വീണ്ടും സ്വർണ്ണക്കള്ളക്കടത്ത് ആരോപണം. മുഖ്യമന്ത്രിയുടെ ഉപജാപക സംഘത്തിലെ അഡീഷണൽ ഡിജിപി ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ളയാൾ സ്വർണ്ണക്കള്ളക്കടത്തിന് കൂട്ടുനിൽക്കുന്നു. കസ്റ്റംസ് ഏരിയയിൽ നിന്ന് പോലീസ് നിയമവിരുദ്ധമായി സ്വർണം പിടിച്ച് ആ സ്വർണം ഒരു ഗൂഢകേന്ദ്രത്തിൽ കൊണ്ടുപോയി ആ സ്വർണത്തിന്റെ അളവ് കുറച്ച് 3/4 ഭാഗം സ്വർണം അടിച്ചു മാറ്റി 1/4 ഭാഗം സ്വർണം കേസ് കൊടുക്കാൻ കസ്റ്റംസിന് കൈമാറുന്നു. സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ഈ ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ അറിവോടെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ അറിവോടുകൂടി 2 കൊലപാതകങ്ങൾ നടന്നിരിക്കുന്നു. 2 കൊലപാതകങ്ങൾ. അതിൽ കോഴിക്കോട് മാമിയുടെ ഭാര്യ ഹൈക്കോടതിയെ സമീപിച്ചു CBI അന്വേഷണം ആവശ്യപ്പെട്ടു. അന്വേഷണ ഉദ്യോഗസ്ഥൻ CBI അന്വേഷണം വേണമെന്ന് പറഞ്ഞു. സർക്കാർ വിറച്ചു നിൽക്കുകയാണ്. എന്താണ് ഈ സർക്കാരിന്, CPMന്, അധികാരികൾക്ക്, ഈ മാഫിയ സംഘത്തിന് ആ കൊലപാതകത്തിൽ ഉത്തരവാദിത്തമില്ല എങ്കിൽ എന്തുകൊണ്ട് CBI അന്വേഷിച്ചോട്ടെ എന്ന് സർക്കാർ ഹൈക്കോടതിയിൽ പറയുന്നില്ല? അപ്പൊ ആരോപണങ്ങൾക്ക് ചില വാസ്തവങ്ങളുണ്ട്. സ്വർണം കള്ളക്കടത്ത് മാത്രമല്ല, സ്വർണം കള്ളക്കടത്ത് നടത്തി കൊണ്ടുവരുന്നവന്റെ സ്വർണം അടിച്ചു മാറ്റുന്ന പുതിയ വാക്കാണ് സ്വർണം പൊട്ടിക്കൽ. അതുവരെ ചെയ്യുന്ന ആളുകളാണ് ഈ ഭരണത്തിന്റെ സ്ഥിരാകേന്ദ്രത്തിൽ, ഈ നോർത്ത് ബ്ലോക്കിൽ, ഈ മെയിൻ ബ്ലോക്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇരിക്കുന്നത്. സ്വർണം പൊട്ടിച്ചു മാറ്റുന്നവർ, മാഫിയ സംഘങ്ങൾക്ക് കുടപിടിച്ചു കൊടുക്കുന്ന ആളുകൾ, അഴിമതി, കോഴ, SP ഓഫീസിലെ മരം വരെ വെട്ടിമാറ്റിയത്. എന്നിട്ട് ഒന്ന് ആലോചിച്ചു നോക്കിയേ, ഇവര് കുറച്ചുനാൾ കൂടി ഇരുന്നാൽ ഈ സെക്രട്ടേറിയറ്റിന് വീല് വെച്ച് വീട്ടിൽ കൊണ്ടുപോകും. അതിനും മടിക്കാത്തവരാണ്. എവിടെയെല്ലാം കമന്ന് വീണാൽ കാൽപ്പണമായി പൊങ്ങുന്ന അഴിമതിക്കാരുടെ താവളമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. കോടികൾ ഉണ്ടാക്കിയാണ്, കോടികൾ. എല്ലാത്തിനും അഴിമതിയാണ്. ഒരു ഓൺലൈൻ കാരൻ എന്താണ് പോലീസിന്റെ വയർലെസ് സന്ദേശം പിടിച്ചു, അവന്റെ കയ്യിൽ നിന്ന് 2 കോടി മേടിച്ചു എന്ന് ഞാനല്ല പറഞ്ഞതാരാ? പറഞ്ഞത് ഭരണകക്ഷി MLA. എന്നിട്ട് പോലീസ് പാവം ഇതുപോലത്തെ നിൽക്കുന്ന പോലീസുകാർ അവനെ അന്വേഷിച്ച് പോവാണ് പൂനെയിൽ. അപ്പൊ ആരാ ഒറ്റിക്കൊടുക്കുന്നത്? പോലീസ് വന്നിട്ട് മാറിക്കോളാൻ പറയുന്നത് ആരാ? അഡീഷണൽ DGP ലോ ആൻഡ് ഓർഡർ. അവൻ രക്ഷപ്പെട്ട് ഡൽഹിയിലെത്തി. അപ്പൊ ഈ പാവം പോലീസുകാരൻ അവൻ ഡൽഹിയിലുണ്ട് എന്ന് കണ്ടുപിടിച്ച് അവനെ അറസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ വിളിച്ചു പറഞ്ഞു, കേരള പോലീസ് ഡൽഹിയിലേക്ക് വരുന്നുണ്ട്, നീ മാറിക്കോ. ആരാ പറഞ്ഞത്? അഡീഷണൽ DGP ലോ ആൻഡ് ഓർഡർ. ബെസ്റ്റ് ഒറ്റ. ഇതിനേക്കാൾ ഒറ്റുകാരെ കിട്ടില്ല. അവരെല്ലാം മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ്. BJP നേതാവ് ഞാനൊരു ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞ ദിവസം. 2023 ഏപ്രിൽ 22, 20 തൊട്ട് 22 വരെ തീയതികളിൽ RSSന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബലെ ആ 3 ദിവസം ആ ക്യാമ്പിൽ പങ്കെടുത്ത് 20 ദിവസത്തെ ക്യാമ്പാണ്. ആ ക്യാമ്പിൽ പോയി മുഖ്യമന്ത്രിയുടെ ദൂതനായി അഡീഷണൽ DGP അജിത് കുമാർ ഔദ്യോഗിക കാറിൽ പോയി ഹയാത്തിൽ ആ കാറിട്ട് വേറൊരു സ്വകാര്യ കാറിൽ കയറി തൃശൂരിൽ പാറമേക്കാവ് വിദ്യാമന്ദിർ സ്കൂളിൽ പോയി RSS ജനറൽ സെക്രട്ടറിയെ കണ്ടു. എന്തിനാണ് മിസ്റ്റർ പിണറായി വിജയൻ, നിങ്ങൾക്ക് എന്ത് കാര്യമാണ് RSS ജനറൽ സെക്രട്ടറിയുമായി സംസാരിക്കാനുള്ളത്? നിങ്ങൾ എന്ത് കാര്യം പറയാനാണ് നിങ്ങൾ അജിത് കുമാറിനെ RSS കേന്ദ്രത്തിലേക്ക് വിട്ടത്? BJPയുടെ ആഗ്രഹം തെരഞ്ഞെടുപ്പിന് മുമ്പ് കേരളത്തിൽ അക്കൗണ്ട് തുറക്കണമെന്നാണ്. ഞാൻ പറയുന്നു, മുഖ്യമന്ത്രി പിണറായി വിജയൻ അജിത് കുമാറിനെ വിട്ടത് BJPക്ക് കേരളത്തിൽ അക്കൗണ്ട് തുടങ്ങാൻ, തൃശൂരിൽ അക്കൗണ്ട് തുടങ്ങാൻ ഞങ്ങൾ സൗകര്യം ഉണ്ടാക്കി തരാം എന്ന് പറയാനാണ്. അതിനു പകരം ഞങ്ങളെ കേസിൽപ്പെടുത്തരുത് എന്ന് മാത്രമാണ്. അതിന്റെ തുടർച്ചയായി തെരഞ്ഞെടുപ്പ് കാലത്ത് തൃശൂരിൽ നിങ്ങൾക്കറിയാം, തൃശൂർ പൂരം പോലീസ് തന്നെ അടിച്ച് കലക്കി. അപ്പൊ എന്താ ഗവൺമെന്റ് പറഞ്ഞത്? ഒരു കമ്മീഷണർ അവൻ അഴിഞ്ഞാടി, അവനെ നീക്കം ചെയ്യുന്നു, അവനാണ് കുഴപ്പമുണ്ടാക്കിയത്. കമ്മീഷണർ അല്ലെ? ഒരു കമ്മീഷണർ കുഴപ്പമുണ്ടാക്കി. രാവിലെ മഠത്തിൽ വരവ് മുതൽ 11 മണി മുതൽ ഇയാൾ അഴിഞ്ഞാടുകയായിരുന്നു. പിറ്റേ ദിവസം രാവിലെ 7 മണി വരെ ഏകദേശം 10-20 മണിക്കൂർ ഒരു കമ്മീഷണർ അഴിഞ്ഞാടിയപ്പോ
അതിന്റെ മീതെയുള്ള ഉദ്യോഗസ്ഥന്മാരൊന്നും അറിഞ്ഞില്ലേ? എന്താ പോലീസിന്റെ ഹൈറാർക്കി? അതിന്റെ മീതെ DIG ഉണ്ട്, അതിന്റെ മീതെ IG ഉണ്ട്, അതിന്റെ മീതെ അഡീഷണൽ DGP ലോ ആൻഡ് ഓർഡർ ഉണ്ട്, അതിന്റെ മീതെ DGP ഉണ്ട്. ഒരുത്തനും അറിഞ്ഞില്ലേ? അതിന്റെ മീതെ ഈ മുഖ്യമന്ത്രിയുണ്ട്, ആഭ്യന്തര വകുപ്പിന്റെ ചുമതല. ഒരു കമ്മീഷണർ ഒരു പ്രധാനപ്പെട്ട ഉത്സവം തൃശൂരിൽ അടിച്ച് തകർക്കാൻ അഴിഞ്ഞാടുമ്പോൾ ഇവരെല്ലാം അത് കാണാതെ കേൾക്കാതെ എവിടെ പോയിരുന്നു? ഈ കമ്മീഷണർ അഴിഞ്ഞാടി എന്ന് ഗവൺമെന്റ് പറയുമ്പോൾ കമ്മീഷണറുടെ തലപ്പത്തുള്ള അഡീഷണൽ DGP അജിത് കുമാർ തൃശൂരിൽ ഉണ്ടായിരുന്നു. ഞാൻ ഉത്തരവാദിത്ത ബോധത്തോടുകൂടി പറയുന്നു, അയാൾ തൃശൂരിൽ ഉണ്ടായിരുന്നു. ഒരു ഫോൺ വിളിച്ച് താൻ എന്താണോ ചെയ്യുന്നത് എന്ന് കമ്മീഷണറോട് ചോദിക്കാൻ തയ്യാറായില്ല. അപ്പൊ അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ് BJPയുമായി ചേർന്ന് തൃശൂർ പൂരം അടിച്ചു കലക്കിയത്. ഇനി മുതൽ പിണറായി വിജയൻ അറിയപ്പെടാൻ പോകുന്നത് പൂരം കലക്കി പിണറായി വിജയൻ എന്നാണ്. പൂരം കലക്കി പിണറായി വിജയൻ. ഞാൻ ഈ BJPക്കാരുടെ കാര്യം വലിയ കഷ്ടം. ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. എന്നിട്ട് ഇലക്ഷനിൽ ജയിക്കാൻ വേണ്ടി ഉത്സവം അടിച്ചു പൊളിക്കാൻ CPMുമായി ഗൂഢാലോചന നടത്തിയ ഇവരാണോ ഹിന്ദുക്കളുടെ സംരക്ഷകർ? ഇവര് ഭൂരിപക്ഷ സമുദായത്തെ ചതിക്കുക. ഈ CPMുമായി ചേർന്ന് ഇവർക്കോ ഒടുക്കത്തെ ന്യൂനപക്ഷ പ്രേമം. എന്നിട്ട് BJPയുമായി ചേർന്ന് പൂരം അടിച്ചു കലക്കാൻ, BJPയെ ജയിക്കാൻ സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക. ന്യൂനപക്ഷ അവകാശങ്ങളെ കുറിച്ച് പുനരാലോചിക്കണമെന്ന് പറഞ്ഞ RSS ജനറൽ സെക്രട്ടറിയെ കാണാൻ ആളവിട്ടയാളാണ് ഈ പിണറായി വിജയൻ. അപ്പൊ ഇതെന്താ? എല്ലാം നടത്തുന്നത് ഷേഡി ഏർപ്പാടാണ്. നിയമവിരുദ്ധമായ നടപടികൾ ചെയ്യുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് BJPയുടെ കുടയെടുത്ത് ചൂടിയിരിക്കുന്നത്. തണലാണിപ്പോൾ BJPയുടെ കുട. BJPയുടെ കുട കൊടുത്തിരിക്കുകയാണ് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക്. ആ കുട പിടിച്ച് ഈ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ അതിന്റെ തണലിലാണ് പിണറായി വിജയൻ ഇപ്പോൾ ജീവിക്കുന്നത്. നിങ്ങൾ അന്വേഷിക്കണം. ഈ ഭരണകക്ഷി MLA പറഞ്ഞപ്പോൾ നിങ്ങൾ അന്വേഷിക്കാമെന്ന് പറഞ്ഞു. ആരാ അന്വേഷിക്കുന്നത്? ആരെ കുറിച്ച് അന്വേഷിക്കുന്നത്? പൊളിറ്റിക്കൽ സെക്രട്ടറിയെ കുറിച്ച്, അഡീഷണൽ DGP ലോ ആൻഡ് ഓർഡറിനെ കുറിച്ച്. ഒരു DGP ഉണ്ട്, പാവം, അന്വേഷണ സംഘത്തിന്റെ ചുമതല. ബാക്കിയുള്ളതൊക്കെ ആരാ? ഈ അഡീഷണൽ DGPക്ക് റിപ്പോർട്ട് ചെയ്യേണ്ട താഴെയുള്ള ഉദ്യോഗസ്ഥന്മാർ, സിറ്റി പോലീസ് കമ്മീഷണർ, SP ഒക്കെ. അവരുടെ ഈ കോൺഫിഡൻഷ്യൽ റെക്കോർഡുണ്ട്, അതിൽ ഒപ്പിട്ട് കൊടുക്കേണ്ട ആളാണ് അജിത്ത്. അയാൾക്കെതിരായിട്ട് അന്വേഷിക്കാൻ വച്ചിരിക്കുന്നത് അയാളുടെ താഴെയുള്ള ഉദ്യോഗസ്ഥന്മാര്. എടോ, SP-ക്കെതിരായിട്ടൊരു കേസ് വന്ന് അന്വേഷിക്കുന്നത് SI ആണോ? അതാണ് ഇവിടെ നടക്കുന്നത്. കളിപ്പിക്കലാണ് ഈ അന്വേഷണം. കാരണം P ശശിയെയും അജിത് കുമാറിനെയും മാറ്റി നിർത്താനുള്ള ധൈര്യം പിണറായി വിജയനില്ല. കുറെ നാളുകൂടി ഭയങ്കര പത്രസമ്മേളനമായിരുന്നു. ഇപ്പൊ മിണ്ടാട്ടയില്ല. ഇത്രയും ആരോപണങ്ങൾ വന്നിട്ട് ഒന്ന് ചുണ്ടരക്കി മറുപടി പറയാൻ ധൈര്യമില്ലാത്ത ഭീരുവായ മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത്. ഇയാൾ മഹാമൗനത്തിന്റെ മാളങ്ങളിൽ ഒളിച്ച ഭീരുവായ മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത്. എനിക്ക് മുഖ്യമന്ത്രി ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് പറയട്ടെ. ആദ്യം ഒരു കാര്യം പറ്റും.